വയനാട് പ്രകൃതി ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന 50 വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം 26-ന് രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ. കൽപ്പറ്റയിലെ മേപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ എഐസിസി ജനറൽ സെക്രട്ടറിമാർ പ്രിയങ്ക ഗാന്ധി എം പി, കെ.സി. വേണുഗോപാൽ എം പി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, യു.ഡി.എഫ് നേതാക്കന്മാർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.ജെ. ജോസഫ് തുടങ്ങിയ നേതാക്കന്മാരും മറ്റ് സമൂഹത്തിൻ്റെ പ്രധാന വ്യക്തികളെല്ലാവരും സംബന്ധിക്കുന്നു. വയനാട് പ്രകൃതി ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന 50 വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം 26-ന് ഉച്ചയ്ക്ക് 2-ന് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചൂരൽമലയിലെയും മുണ്ടക്കയത്തിലെയും സർക്കാർ സഹായങ്ങൾ ലഭിക്കാത്ത കച്ചവട സ്ഥാപനത്തിന്റെ 40 ഉടമകൾക്ക് 5 ലക്ഷം രൂപ വീതം ചടങ്ങിൽ കൈമാറും. ഇവർ പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ സഹായം. 3.24 ഏക്കർ സ്ഥലത്താണ് രജിസ്റ്റർ ചെയ്തത്. 2.18 ഏക്കർ സ്ഥലത്ത് രജിസ്ട്രേഷൻ ഈ ആഴ്ചയിൽ നടക്കും. 5.42 ഏക്കറിലായിട്ടാണ് 50 വീടിന്റെ നിർമ്മാണം നടക്കുക. ഒരു വീടിന്റെ ഉടമയ്ക്ക് 8 സെന്റ് സ്ഥലം നൽകും. 1100 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഒരു വീട് നിർമ്മിക്കുക. ഇതിന്റെ തുടർച്ചയായി മേപ്പാടി പഞ്ചായത്തിലെ ഏഴാഞ്ചേർ പ്രദേശത്ത് 5 ഏക്കർ കൂടി സ്ഥലം ഏറ്റെടുത്ത് 50 വീടിന്റെ നിർമ്മാണവും ആരംഭിക്കും. 26-ന് 2:30 നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ്, യു.ഡി.എഫ് നേതാക്കളും വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കും. സർക്കാർ ഭൂമി ഏറ്റെടുത്തപ്പോൾ കൊണ്ടുവന്ന ഇളവുകൾ കോൺഗ്രസ് ഭൂമി ഏറ്റെടുത്തപ്പോൾ ലഭിച്ചിട്ടില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് വ്യക്തമാക്കി. 3 ഏക്കർ 24 സെന്റിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. 2 ഏക്കർ 18 സെന്റ് ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ 5 ഏക്കർ 42 സെന്റ് സ്ഥലത്ത് 50 വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 26-ാം തീയതി തറക്കല്ലിടുന്നത്. ഇനി 50 വീടുകൾക്കും വേണ്ടി കൂടി ഏഴാഞ്ചിറ പ്രദേശത്ത് മറ്റൊരു 5 ഏക്കർ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.